നമ്മളെല്ലാവരും ത്രൂ കോളർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചില ആൾക്കാർ യൂസ് ചെയ്യുന്നില്ലായിരിക്കാം, ചില ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത് ചെയ്യുന്നവരിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും, അല്ലെങ്കിൽ ഇനി നമ്മളിനി ത്രൂ കോളർ ഇനി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ശരി, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ത്രൂ കോളറിൽ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്തത് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. എൻ്റെ പേര് ഷെഫീഖ്. വെൽക്കം ടു G6. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രൂ കോളർ. ഓക്കെ, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു OTP സെൻഡ് ആകും, അല്ലെങ്കിൽ ഒരു കോൾ വരുന്നതാണ്. കാരണം വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അവർ ഒരു കോളോ ഒരു OTP ചോദിക്കുന്നതാണ്. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേര് ചോദിക്കും. നിങ്ങളെ പേര് ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, നിങ്ങൾക്ക് പേര് ഏത് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾ യഥാർത്ഥ പേര് വേണമെങ്കിലും കൊടുക്കാം. അല്ലാതെ നോർമൽ ഏതെങ്കിലും നിക് നെയിം ഉണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളെ മെയിൽ ID ഇവിടെ വെരിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത് കുറച്ച് അലോഡ് ചോദിക്കും. ഈ അലോഡ് ചോദിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെ ബാറ്ററി യൂസേജിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റിൻ്റെ ആയിരിക്കാം. അത് ഏതായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം മാത്രമേ, കാരണം വായിക്കാൻ പറയുന്നത് ഇതിൻ്റെ മുന്നിലോട്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ചുകൂടെ കാര്യമുണ്ട്. കാരണം അലോ കൊടുത്തു പോകുന്നത് ഇപ്പം നമ്മൾ ചിലപ്പം കോണ്ടാക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെറ്റിങ്സിൽ കയറിയിട്ട് ഈ പെർമിഷൻ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മുന്നിലോട്ട് പറയുന്നതാണ്. ഓക്കെ, നമുക്കിത് നെക്സ്റ്റ് കൊടുത്ത് പോകേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് കൊടുത്ത് പോവുക. യെസ്, ഓക്കെ, കൊടുക്കുകയും ചെയ്തു. ഓക്കെ, നമുക്കിനി നേരെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻ എടുക്കുക. ആപ്ലിക്കേഷനിൽ നമ്മൾ ത്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്ത ത്രൂ കോളർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന് നമ്മൾ പെർമിഷൻ കൊടുത്തല്ലോ, ആ പെർമിഷൻ്റെ ഓപ്ഷൻ എടുക്കുക. ആ പെർമിഷൻ്റെ ഓപ്ഷനിൽ നമ്മൾ ഒരു പെർമിഷനാണ് നമ്മൾ കൊടുത്തത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ക്യാമറയുടെ പെർമിഷനുണ്ട്, കോണ്ടാക്റ്റിൻ്റെ പെർമിഷനുണ്ട്, നമ്മുടെ ലൊക്കേഷൻ്റെ പെർമിഷനുണ്ട്, അതുവരെ ഉണ്ട്, മൈക്രോഫോൺ, SMS-ൻ്റെ, സ്റ്റോറേജിൻ്റെ, ടെലിഫോൺ നമ്പർ, ഇങ്ങനെ നമ്മൾ എല്ലാത്തിൻ്റെയും പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ക്യാമറയുടെ, ആദ്യം നമുക്ക് ക്യാമറ തന്നെ പറയാം. ഈ ക്യാമറയുടെ പെർമിഷൻ അവർ ചോദിക്കുന്നത് എന്തെന്ന് പറയുമ്പോൾ, അതായത് നമ്മളുടെ ഫോൺ നമ്പർ നമ്മൾ ആഡ് ചെയ്തിരിക്കും. ആഡ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്തിരിക്കുമല്ലോ. ഈ ഫോട്ടോസ് ചില നമ്പറിൽ നമ്മൾ സാധാരണ ഫോണിലുള്ള ഓപ്ഷനാണ് ഇമേജസ് ആഡ് ചെയ്യുക. ഓക്കെ, ഈ ഇമേജസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്യാമറയുടെ പെർമിഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിൽ ആഡ് ചെയ്തിട്ടുള്ള ഇമേജ് ഈ ത്രൂ കോളിലെല്ലാം ആഡ് ആവുന്നതാണ്. അതേപോലെ തന്നെ നമ്മളെ കോണ്ടാക്റ്റും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ത്രൂ കോളറിൽ വരുന്ന നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് പേരുകൾ വരും. ഒന്നിൽ അവർ ഏതെങ്കിലും സോഷ്യൽ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ആയിരിക്കണം. വിളിക്കുന്ന ആ നമ്പർ വാട്സപ്പോ ഫേസ്ബുക്കോ അങ്ങനെ ഏതെങ്കിലും സോഷ്യൽ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ത്രൂ കോളറിന് ആ നമ്പറിലെ പേര് കിട്ടുന്നതല്ല. ഓക്കെ, ആ സോഷ്യൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധമില്ലാത്ത പേര് അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിവിടെ കോണ്ടാക്റ്റ് നമ്മൾ പെർമിഷൻ കൊടുക്കും. ഈ പെർമിഷൻ കൊടുക്കുമ്പം ഈ കോണ്ടാക്റ്റിലുള്ള അവരുടെ ത്രൂ കോളിലുള്ള സോഷ്യൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധമില്ലാത്ത നമ്പറുടെ അവർ തന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്ത്, അവർ തന്നെയാണ് നമ്മുടെ ഈ പെർമിഷൻ കോണ്ടാക്റ്റിലെ ലിസ്റ്റുകൾ അവർ തന്നെയാണ് അതിൽ ആഡ് ചെയ്ത്, അത് നമ്മൾ കോൾ വിളിക്കുമ്പോഴത്തേക്ക് നമ്മളെ കോണ്ടാക്റ്റിൽ ഏത് സേവാണ് ചെയ്തിരിക്കുന്നത് അത് ത്രൂ കോളിൽ കാണിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് ലൊക്കേഷൻ. നമ്മളുടെ ലൊക്കേഷൻ അവർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. ഏത് ലൊക്കേഷനാണെന്നുള്ള അവർക്ക് ട്രാക്ക് ചെയ്യാൻ ഫ്രണ്ട്സ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പെർമിഷൻ കൊടുക്കുന്നതിന് ശേഷം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻ പെർമിഷനിൽ വന്നിട്ട് നമ്മൾ ആദ്യം ആപ്ലിക്കേഷനിൽ വന്നിട്ട് അത് ത്രൂ കോളർ ഓപ്പൺ ചെയ്ത് നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ആയിരുന്നാലും ശരി അത് നമുക്ക് ആവശ്യമില്ലാത്ത പെർമിഷൻ നമ്മൾ മാറ്റേണ്ടതാണ്. ക്യാമറയുടെ, കോണ്ടാക്റ്റിൻ്റെ, ലൊക്കേഷൻ, നമ്മളുടെ ലൊക്കേഷൻ, ടെലിഫോൺ, നമ്മൾ കൂടെ ഇതിൽ വെക്കേണ്ടത്, ഇതിൽ പെർമിഷൻ കൊടുക്കേണ്ട ഒരൊറ്റ ഇത് മാത്രം പെർമിഷൻ കൊടുത്താൽ മതി. സ്റ്റോറേജിൻ്റെ ഇത് മാത്രം നമ്മൾ ഇതിൽ പെർമിഷൻ കൊടുത്താൽ മതി. കാരണം അല്ലാതെ നമ്മളെല്ലാം മുഴുവനും പെർമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നമ്മളുടെ ഫോണിലെ ഇമേജസും കോണ്ടാക്ട്സും ചെറിയ രീതിയിൽ ഹാക്ക് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്,
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ത്രൂ കോളറുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ലേറ്റസ്റ്റ് വീഡിയോകൾ ആദ്യമേ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണിലും പ്രസ് ചെയ്യുക.